ഭാര്യയ്ക്ക് കാമുകനെ മതി. ഭർത്താവിനോട് കാല് പിടിച്ച് അവൾ കരഞ്ഞു പറയുകയാണ്, എനിക്ക് അയാളെ കാണാൻ പോകണം, എന്നെ പോകാൻ നിങ്ങൾ സമ്മതിക്കണം, എനിക്ക് അയാളില്ലാതെ പറ്റൂല ചേട്ടാ. ഒരു ഭർത്താവും കേൾക്കാൻ പാടില്ലാത്ത ഡയലോഗ് ആവണത്ര അയാൾ പറഞ്ഞു നോക്കി, ഒരു രക്ഷയുമില്ല. അവൾ പിന്മാറുന്നില്ല. പിന്നെ അയാളുടെ മുന്നിൽ ഒരൊറ്റ വഴി തെളിഞ്ഞു വരികയാണ്. അതൊരു ഉഗ്രം വഴിയായിരുന്നു. എന്തെന്നല്ലേ? വരൂ, നമുക്ക് ആ കഥയിലേക്ക് പോകാം. എൻ്റെ പേര് ഷീജ. ക്രൈം ത്രില്ലർ സ്റ്റോറീസ് കേൾക്കാൻ താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ. ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്കും തരൂ. വെൽക്കം ടു ഷീജാസ് ക്രിയേഷൻസ്. ഇടുക്കിയിലെ അടിമാലിയിലാണ് ബിനോയും ഭാര്യ സിന്ധുവും 12 വയസ്സുകാരൻ മകനും താമസിക്കുന്നത്. പ്രണയിച്ചൊരുമിച്ചവരാണിവർ. അങ്ങനെ പോകയാണ് ഇവരുടെ ജീവിതത്തിൽ ഈ പ്രശ്നം തുടങ്ങുന്നത്. സിന്ധുവിന് കാമുകന്റെ കൂടെ പോണം. എല്ലാ വഴിയും പയറ്റി നോക്കിയ ബിനോയ്ക്ക് ഭാര്യയെ തടയാൻ സാധിച്ചില്ല. അവൾ കാമുകന്റെ ഒപ്പം സ്ഥലം വിടുകയാണ്. വീട്ടിൽ അടിക്കടി പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന കാരണം മോന് വല്ലാത്ത സങ്കടമായി കാണും എന്ന് കരുതിയ ബിനോയ് കൊച്ചിന് സഹോദരിയുടെ വീട്ടിൽ കൊണ്ടാക്കി. അതും തൊട്ടടുത്ത വീട് തന്നെയാണ്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ അമ്മ പോയതറിയാതെ മകൻ വീട്ടിൽ വരികയാണ്. വന്നപാടെ കുഞ്ഞ് വീട് മുഴുവൻ അമ്മയെ പരതി. അമ്മയെ കാണാനില്ല. ഉറക്കെ അമ്മയെന്ന് വിളിച്ചുകൊണ്ട് കുട്ടി നടക്കുകയാണ്. ഇത് കേട്ട് വന്ന ബിനോയ് പറഞ്ഞു, മോനെ, അവളില്ലടാ ഇവിടെ, അവള് പോയി അവളുടെ കാമുകന്റെ കൂടെ. ഇത് കേട്ട ആ കൊച്ച് ആകെ വിഷമിച്ചു പോയി. അമ്മ എന്നെ ഇട്ടേച്ച് പോയോ എന്നും പറഞ്ഞ് അവൻ ആ വരാന്തയിൽ താടിക്കും കൈയും കൊടുത്തിരുന്ന് കരയുകയാണ്. ബിനോയ് അവനെ സമാധാനിപ്പിച്ചു. പോട്ടടാ അവള്, ഞാനില്ലേ നിനക്ക്. ബിനോയ് ഭാര്യ പോയ ഒരു വിഷമവും കാണിക്കാതെ വീടൊക്കെ അടിച്ചു വാരി തലേ ദിവസം അടുക്കളയിൽ കൂട്ടിയിട്ടിരുന്ന പാത്രങ്ങളൊക്കെ കഴുകി തുണികളൊക്കെ അലക്കി അടുക്കളയിൽ വൈപ്പും കുടിയുമായിട്ട് നിൽക്കുകയാണ്. അടുക്കളയിൽ തന്നെയാണ് ബിനോയ്, ജോലിയോട് ജോലി. അങ്ങനെ വൈപ്പും കുടിയൊക്കെ ആയിട്ട് അച്ഛനും മകനും മാത്രമായി ആ വീട്ടിൽ. സിന്ധുവിനെ പുറത്തൊന്നും കാണാതായതോടെ അയൽപക്കക്കാരൊക്കെ അന്വേഷിക്കുകയാണ്. അവരോടൊക്കെ ബിനോയ് പറഞ്ഞു അവൾ ഒരുത്തൻ്റെ കൂടെ ഒളിച്ചോടിപ്പോയി. പക്ഷേ അയൽവക്കക്കാർക്ക് ഇതത്ര വിശ്വാസം വന്നില്ല. കാരണം സിന്ധു അങ്ങനത്തെ ഒരാളല്ല. അതും കൊച്ചിനെയും ഇട്ട് കണ്ടവന്റെ കൂടെ പോകാൻ മാത്രം അവൾ അത്ര മോശം പെണ്ണല്ല. അവരെല്ലാവരും കൂടി ആ ഗ്രാമം മുഴുവൻ അന്വേഷിക്കാൻ തുടങ്ങി. നാട്ടുകാർ ചിലർ പറഞ്ഞു ഒറ്റക്കിടക്ക് എങ്ങോട്ടൊക്കെ പോകുന്നതും തിരിച്ചു വരുന്നതൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പൊ ചിലര് പറഞ്ഞു എന്നും പറഞ്ഞ് അവൾ ഒളിച്ചോടുമോ, വേറെ എന്തേലും ആവശ്യത്തിന് പോയതായിരിക്കും അത്. പക്ഷെ ഇതിപ്പം 3 ദിവസമായി, സിന്ധു എവിടെ? അവർ ഉടനെ പോലീസിനെ വിവരം അറിയിച്ചു. പോലീസ് വന്ന് ആദ്യം ആ നാട് മുഴുവൻ അരിച്ചു പറക്കി. ഇല്ല, ഒരിടത്തും സിന്ധു ഇല്ല. ആ ഗ്രാമത്തിലെ പ്രധാന റോഡുകളിലൊക്കെയുള്ള CCTV പരിശോധിച്ചു. ഒന്നിലും സിന്ധു ഇല്ല. അതായത് ആ ഗ്രാമം വിട്ട് സിന്ധു പോയിട്ടില്ല. പിറ്റേ ദിവസമാണ് ബിനോയിയെ കാണാനില്ല എന്ന വാർത്ത വരുന്നത്. സിന്ധുവിന് പിന്നാലെ ബിനോയും അപ്രത്യക്ഷമായി. സിന്ധുവിനെ അന്വേഷിച്ച് ബിനോയ് പോയതാണോ എന്ന് എല്ലാവർക്കും സംശയം. പോലീസ് ബിനോയുടെ ഫോണിന്റെ ലൊക്കേഷൻ എവിടെ കാണിക്കുന്നുവെന്ന് നോക്കി. ഇന്ന് കോയമ്പത്തൂരെങ്കിൽ നാളെ ഊട്ടി, ഇന്ന് ഊട്ടിയെങ്കിൽ നാളെ കൊടൈക്കനാല്. ഇങ്ങനെയാണ് ഫോണിന്റെ ടവർ കാണിക്കുന്നത്. ഇയാള് ദൃശ്യ മോഡൽ പോലെ സിമ്മ് വല്ല വണ്ടിയിൽ ഇട്ടേക്കുവാണോ അതോ ഇങ്ങനെ മാറി മാറി സഞ്ചരിച്ചുകൊണ്ടിരിക്കുവാണോ ഒരു പിടിയും ഇല്ല. അപ്പോൾ ഒരു സംശയം നാട്ടുകാർക്കും പോലീസിനും തട്ടി. ഇനി സിന്ധുവിനെ ആരെയും കൊന്നു കാണുമോ? ഈ ഒരു സംശയം നിങ്ങൾക്കും തോന്നുന്നില്ലേ? നമുക്ക് ശരിക്കും ഇവരുടെ ജീവിതത്തിൽ നടന്ന കാര്യങ്ങളിലേക്ക് പോകാം. അത് പറയുമ്പോൾ കുറച്ച് പിന്നിലോട്ട് പോകേണ്ടി വരും. സിന്ധുവും ബിനോയും ശരിക്കും ഭാര്യയും ഭർത്താവും അല്ല. സിന്ധുവിൻ്റെ ഭർത്താവ് ബാബുവാണ്. ബാബുവിനും സിന്ധുവിനും 3 മക്കളാണ്. ബാബുവുമായിട്ട് എന്തോ ചെറിയൊരു കാര്യത്തിന് സിന്ധു പിണങ്ങി. സാധാരണ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിലുള്ള ചെറിയ പിണക്കമായിരുന്നു അത്. പക്ഷെ സിന്ധുവിന് അന്നത് ക്ഷമിക്കാനുള്ള മനസ്സില്ലാതെ പോയി. പലതവണ ബാബു പിണക്കം മാറ്റാൻ ശ്രമിച്ചെങ്കിലും സിന്ധു തയ്യാറായില്ല. അങ്ങനെ സിന്ധു ഇളയ മകനെയും കൊണ്ട് വേറെ വീട്ടിലോട്ട് താമസം മാറുകയായിരുന്നു. ആ വാടക വീടിനടുത്ത് താമസിച്ചിരുന്ന ആളാണ് ബിനോയ്. ബിനോയും ഒറ്റയ്ക്കാണ് താമസിച്ചിരുന്നത്. ഇവർ തമ്മിൽ വലിയ അടുപ്പത്തിലായി. ബിനോയ് വിവാഹമേ കഴിച്ചിട്ടില്ല എന്നാണ് സിന്ധുവിനോട് പറഞ്ഞിരുന്നത്. ഇരുവരും വിവാഹമൊന്നും കഴിക്കാതെ തന്നെ ഒരുമിച്ച് താമസിക്കുവാൻ തുടങ്ങി. ഒരുമിച്ചെന്ന് പറഞ്ഞാൽ സിന്ധു ബിനോയുടെ വീട്ടിലോട്ട് മകനെയും കൊണ്ടുവന്ന് താമസിച്ചു. അങ്ങനെ കുറച്ച് ദിവസമൊക്കെ കഴിഞ്ഞപ്പോൾ ബിനോയുടെ മട്ട് മാറി തുടങ്ങി. മദ്യപിച്ചു കൊണ്ടുവന്ന് നിസ്സാര കാര്യത്തിനൊക്കെ വീട്ടിൽ അലിമുണ്ടാക്കുകയും സിന്ധുവിനെയും മകനെയും ദേഹോപദ്രവമേൽപ്പിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. സത്യം പറഞ്ഞാല് സിന്ധുവിന് വലിയൊരു തലവേദനയായി മാറിക്കൊണ്ടിരിക്കുകയായിരുന്നു ബിനോയ്. സിന്ധുവിനറിയാം സിന്ധു വലിയൊരു കെണിയിൽ പെടുകയായിരുന്നുവെന്ന്. ചെറിയ പിണക്കത്തിന് മുൻ ഭർത്താവുമായി പിണങ്ങിയത് ഓർത്ത് സിന്ധു സ്വയം ശപിച്ചുകൊണ്ടിരുന്നു.
അപ്പോഴാണ് സിന്ധു അറിയുന്നത് ബിനോയ് വലിയ ഒരു ഫ്രോഡാണെന്ന്. അയാൾക്ക് കള്ളുകൂടി മാത്രമല്ല കഞ്ചാവ് കച്ചവടവും ഉണ്ടായിരുന്നു. പിടിച്ചുപറി, കഞ്ചാവ് കടത്തൽ എന്നിങ്ങനെയുള്ള ഒരുപാട് ക്രിമിനൽ കേസുകളിൽ ഇയാളുടെ പേരിൽ പലയിടത്തായിട്ട് 8 കേസുകളുണ്ട്. സിന്ധു ആകെ തകർന്നു പോയി. ഇതൊന്നും പോരാത്തതിന് പിന്നീട് സിന്ധുവിന് അറിയാൻ കഴിഞ്ഞത് ബിനോയ്ക്ക് ഭാര്യയും 3 മക്കളും ഉണ്ട് എന്നുള്ളതാണ്. ഇടിവെട്ടിയവന്റെ തലയിൽ പാമ്പ് കടിച്ച അവസ്ഥയിലായ ആ സ്ത്രീ ബിനോയുടെ കയ്യിൽ നിന്നും രക്ഷപ്പെടുക അത്ര എളുപ്പമല്ല. അയാൾ എന്തും ചെയ്യുന്ന പ്രകൃതവുമാണ്. അങ്ങനെ വിഷമിച്ചിരിക്കവെയാണ് ഒരു പരിചയക്കാരി വഴി സിന്ധു ബാബുവിൻ്റെ അവസ്ഥയെപ്പറ്റി അറിയുന്നത്. ബാബുവിന് സിന്ധു കൂടെയുള്ളപ്പോൾ തന്നെ ക്യാൻസറിൻ്റെ തുടക്കമായിരുന്നു. അത് സിന്ധുവിന് അറിയാമായിരുന്നു. പക്ഷെ ഇപ്പോൾ ബാബുവിൻ്റെ അവസ്ഥ വളരെ കഷ്ടമാണ്. പൂർണ്ണമായിട്ടും അയാൾ ഒരു ക്യാൻസർ പേഷ്യൻ്റ് ആയിരിക്കുകയാണ്. അയാൾ കിടപ്പിലാണ്. നോക്കാനൊന്നും ആരുമില്ല. ഓൾറെഡി ബാബുവിനോട് ചെയ്ത തെറ്റിൽ മനം നൊന്തിരുന്ന അവർ പിന്നെ ഒന്നും നോക്കിയില്ല. നേരെ ബാബുവിനെ കാണാൻ പോയി. പിന്നീട് സിന്ധു ഇടയ്ക്കിടയ്ക്ക് ബാബുവിൻ്റെ അടുത്ത് പോകും. അയാൾക്ക് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കൊടുത്ത് അയാളെ ശുശ്രൂഷിച്ചിട്ട് വൈകുന്നേരമാവുമ്പോൾ തിരികെ വരും. ഇതൊന്നും ബിനോയ് അറിഞ്ഞിരുന്നില്ല. ഒരു ദിവസം ബിനോയ് സിന്ധു ആരോടോ ഫോണിൽ സംസാരിക്കുന്നത് കേട്ടു. ആരോടൊത്ത് ചോദിച്ചപ്പോൾ സിന്ധു അതിന് മറുപടിയൊന്നും പറഞ്ഞില്ല. ഇതിനെ ചൊല്ലി ഇവർ തമ്മിൽ വലിയ വഴക്കുണ്ടായി. അന്നും ഇയാൾ സിന്ധുവിനെ ധാരാളം ഉപദ്രവിച്ചു. പിന്നീട് ഇയാൾ സിന്ധുവിനെ വാച്ച് ചെയ്യാൻ തുടങ്ങി. ഒരു ദിവസം സിന്ധുവിൻ്റെ പിന്നാലെ പോയപ്പോൾ സിന്ധു ബാബുവിനെയാണ് കാണാൻ പോകുന്നതെന്ന് ഇയാൾ മനസ്സിലാക്കി. ഇതോടെ ബിനോയ്ക്ക് കടുത്ത ദേഷ്യം തോന്നുകയാണ്. ഒരു ദിവസം, അതായത് 2021 സെപ്റ്റംബർ 6 ബിനോയ് സിന്ധുവിൻ്റെ മകനെ പറഞ്ഞ് സിന്ധുവിൻ്റെ സഹോദരിയുടെ വീട്ടിലോട്ട് വിടുകയാണ്. അന്ന് വൈകുന്നേരം വന്ന സിന്ധുവിനോട് അയാൾ അപ്പോഴൊന്നും ചോദിക്കുന്നില്ല. എന്നിട്ട് രാത്രി ആയപ്പോഴത്തേക്കും ഇവർ രണ്ടുപേരും ഇതിനെ ചൊല്ലി വഴക്കുകൂടി. സിന്ധുവിൻ്റെ കഴുത്ത് ഞെരിച്ച് കൊല്ലുകയാണ് ചെയ്തത്. മരിച്ചുവെന്ന് മനസ്സിലായ ബിനോയ് വീടിന് മുറ്റത്ത് പണ്ട് എന്തോ ഒരാവശ്യത്തിനടുത്ത് ഒരു കുഴിയുണ്ടായിരുന്നു. ആ കുഴിയിലോട്ട് സിന്ധുവിൻ്റെ ശരീരം വലിച്ചിഴച്ചു കൊണ്ടിട്ടു. അപ്പോഴാണ് ഇയാൾക്കൊരു ചിന്ത വരുന്നത്. ഇനി രാത്രി വല്ല ജന്തുക്കളും ഇത് കടിച്ച് പുറത്തോട്ടിട്ടാൽ രാവിലെ എല്ലാവരും കാണും, അതോടെ പിടിക്കപ്പെടും. അപ്പോൾ ഇത് കത്തിച്ച് കളയുന്നതാണ് നല്ലത്. അങ്ങനെ ഇയാൾ മണ്ണെണ്ണ എടുത്തുകൊണ്ട് വന്ന് ഒഴിക്കുവാൻ തുടങ്ങിയപ്പോഴാണ് സിന്ധുവിന് ബോധം വീഴുന്നത്. സിന്ധു അലറി വിളിച്ചു. ആകെ മൊത്തം ബിനോയുടെ കണക്ക് കൂട്ടലുകൾ തെറ്റി. ഇവള് മരിച്ചില്ലേ? അയാൾ സിന്ധുവിനെ വീണ്ടും വലിച്ചിഴച്ച് പുറത്തോട്ടിട്ടു. പിന്നെ തലങ്ങും വിലങ്ങും ആ സ്ത്രീയെ മർദ്ദിക്കുവാൻ തുടങ്ങി. മർദ്ദിച്ച് അവരെ കൊലപ്പെടുത്തിയ ശേഷം ഇനി എവിടെ കൊണ്ട് ഇത് മറവ് ചെയ്യും എന്നാലോചിച്ച് അയാളുടെ കണ്ണ് നേരെ പോകുന്നത് അടുക്കളയിലോട്ടാണ്. അയാൾ അടുക്കളയിലെ അടുപ്പിരിക്കുന്ന ഭാഗത്ത്, അതായത് അടുപ്പ് ഇളക്കി മാറ്റി അതിനടിയിലൊരു വലിയ കുഴിയുണ്ടാക്കുകയാണ്. കുഴിയെന്ന് പറഞ്ഞാൽ ഒരാൾക്ക് ഇരിക്കുവാൻ പറ്റുന്ന പാകത്തിനുള്ള ഒരു കുഴി. എന്നിട്ട് സിന്ധുവിനെ ആ കുഴിയിലിരുത്തി ചവിട്ടി കുഴിയിലോട്ടങ്ങ് താഴ്ത്തി വെച്ചു. തലയിൽ ഒരു പ്ലാസ്റ്റിക് ഷീറ്റ് കൊണ്ടങ്ങ് മൂടി വെച്ചു. എന്നിട്ട് മൃതദേഹത്തിൻ്റെ മുകളിൽ കൂടി മണ്ണിട്ട് മൂടി. ശേഷം അതിന് മീതെ പഴയതുപോലെ ഒരടുപ്പും റെഡിയാക്കി വെച്ചു. ഒരു മനുഷ്യർക്ക് പോലും മനസ്സിലാവില്ല ആ അടുപ്പിനടിയിൽ ഒരു ശവശരീരം ഉണ്ടെന്ന്. എന്നിട്ട് അവിടെ ഒക്കെ അയാൾ നന്നായിട്ട് ക്ലീൻ ചെയ്ത് വെക്കുകയാണ്. പിറ്റേന്ന് രാവിലെ വന്ന മകൻ കാണുന്നത് അവിടെയൊക്കെ വൃത്തിയാക്കി കൊണ്ടിരിക്കുന്ന ഇയാളെയാണ്. അതിനുശേഷം സിന്ധു ഒളിച്ചോടിപ്പോയെന്ന് ഒരു കഥയും അങ്ങ് ഇറക്കി. നാട്ടുകാർ അതത്ര വിശ്വസിക്കാതെ അന്വേഷിക്കാൻ തുടങ്ങിയതോടെ ബിനോയ്ക്ക് ഇനി ഇവിടെ നിൽക്കുന്നത് അത്ര പന്തിയല്ല എന്ന് മനസ്സിലായി. അതോടെ അയാൾ സ്ഥലവും വിട്ടു. ഓരോ സ്ഥലത്തെത്തി ഫോൺ ഓണാക്കും. പോലീസ് ഫോണിനെ ട്രേസ് ചെയ്ത് അവിടെ എത്തുമ്പോൾ അടുത്ത സ്ഥലത്തേക്ക് മുങ്ങും. അങ്ങനെ ഇയാൾ പോലീസിനെ വട്ടം ചുറ്റിച്ചുകൊണ്ടിരുന്നു. പക്ഷെ സിന്ധുവിൻ്റെ മകന് ഒരു ബുദ്ധി തോന്നി. ആ ബുദ്ധിയാണ് പോലീസിനെ ഈ കേസിൽ സഹായിച്ചത്. എന്തെന്നാൽ അവൻ പറഞ്ഞു, രാവിലെ അടുപ്പിനെ ചുറ്റിപ്പറ്റി അച്ഛൻ ഇവിടെ ജോലി ചെയ്തുകൊണ്ട് നടക്കുന്നത് ഞാൻ കണ്ടു. അതോടെയാണ് പോലീസ് ആ അടുപ്പിളക്കിയതും അതിനടിയിൽ നിന്നും ആ സ്ത്രീയുടെ ബോഡി എടുത്തതും. ഇതിനിടയിൽ കാശെല്ലാം തീർന്ന് ബിനോയ് അടിമാലിയിൽ നിന്നും 10 കിലോമീറ്റർ തെക്ക് കിഴക്ക് പെരിഞ്ചാംകുട്ടിയിലെ വനത്തിലോട്ട് കയറി. അവിടെ വെച്ച് ഡെപ്യൂട്ടി പോലീസ് സൂപ്രണ്ടിൻ്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം 3 ആഴ്ചയ്ക്ക് ശേഷം ഇയാളെ പിടികൂടുകയാണ്.
ചെറിയ പിണക്കവും തെറ്റും ക്ഷമിക്കാൻ അന്ന് സിന്ധുവിനാകുമായിരുന്നെങ്കിൽ ഒരു പക്ഷേ ക്യാൻസറിന്റെ തുടക്കത്തിലായിരുന്ന ബാബുവും രക്ഷപ്പെട്ടേനെ, സിന്ധുവിന്റെ ജീവനും നഷ്ടപ്പെടാതെ ഇരുന്നേനെ, ആ മക്കളുടെ ജീവിതവും ഭദ്രമാവുമായിരുന്നു. നിങ്ങൾക്ക് എന്താണ് സിന്ധുവിന്റെ കഥയെപ്പറ്റി പറയാനുള്ളതെന്ന് കമന്റ് ചെയ്യൂ. പുതിയൊരു ക്രൈം ത്രില്ലർ സ്റ്റോറിയുമായി ഇനിയും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.